സഹൃദയരായ എല്ലാ ശ്രോതാക്കൾക്കും ഫിലിം സോങ് ജയൻ വേങ്ങേരിയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ചന്ദ്രബിംബം നെഞ്ചിലേറ്റും പുള്ളിമാനെ ഇതിൻ്റെ ചരണം യമൺ കല്യാൺ രാഗം എന്ന് പറഞ്ഞു. യമൺ കല്യാൺ, പക്ഷെ അതൊന്നും അല്ലത്. യമൺ കല്യാൺ റൂട്ടാണെങ്കിലും ചെറിയ മായും വലിയ മായും, ചെറിയ ധായും വലിയ ധായും, ചെറിയ നീയും വലിയ നീയും എല്ലാം ഉണ്ട് ഇതിൽ. യമൺ കല്യാൺ ഒരു ചെറിയൊരു അതിൻ്റെ ഒരു ഭാഗമാണെന്നുള്ളൂ. അങ്ങനെ ഒരു രാഗമൊന്നും എടുത്ത് പറയാൻ പറ്റൂല, ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പം അത് അങ്ങനെയാണ് അതിൻ്റെ റൂട്ട്. ഏകദേശം എല്ലാ സ്വരങ്ങളും അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടിപൊളി ഗാനവും എങ്ങനെയുണ്ട്, കഴിവ് തന്നെയാണത്. അപ്പൊ നോക്കാം. കുടകിലെ വസന്തമായി വളരെ നല്ല ചീതര. കുടകിലെ വസന്തമായി, അത് വലിയ നീയ ഉപയോഗിക്കുന്നു കേട്ടോ. ചോട്ടില് നീക്കി കുത്തിട്ടുണ്ട് ബാക്കിയൊക്കെ. കുടകിലെ വസന്തമായി വിടർന്നവൾ നീയൻ നിസാരിരിമ. ആ മാ ചെറുത്. നിസാരിരിമ, നീ വലുതാണ് എടുക്കുന്നത്. വളരെ ശ്രദ്ധിക്കണം, ഞാൻ ഒക്കെ പറഞ്ഞുതരാം. നീ വലുത് തന്നെയാണത്. മാ ചെറുതും. നിസാരിരിമ ഗാരി ഗരി ഗസ വിടർന്നവൾ നിസാരിരിമ വിടർന്നവൾ നീയൻ ഗാരി ഗരി ഗസ നീയൻ. മനസ്സിലാവുന്നുണ്ടോ? ഒറ്റ പ്രാവശ്യം കൂടി. അതല്ല, വിടർന്നവൾ നിസാരിരിമ ഗാരി ഗരി ഗസ വിടർന്നവൾ നീയൻ. ഓക്കെ. കരളിൻ്റെ സരിമമ, ചെറിയ മാ. കരളിൻ്റെ സരിമമ പുത്തരിയായി പുത്തരി പാപ പാദപാദമ പുത്തരിയായി യായി പാദപാദമ. മനസ്സിലായോ? യായി കരളിൻ്റെ പുത്തരിയായി സരിമമ പാപ പാദപാദമ. കരളിൻ്റെ പുത്തരിയായി. ഓക്കെ. വിടർന്നവൾ നീ. ചിലപ്പോ വേർഡ്സ് ഒക്കെ തെറ്റും, ഞാൻ പറയുന്നുണ്ട്, അത് മാറ്റിക്കോളാം. വിടർന്നവൾ നീ നീ ചെറുത് കേട്ടോ. മായും ചെറുത് തന്നെയാണ് ഉപയോഗിക്കുന്നത്. വിടർന്നവൾ നീ അതാ വലുത്. വിടർന്നവൾ നീ പോരെ. അടുത്തത്. എന്റെ ലോകം മാപ്പനിനി, എന്റെ ലോകം. ആ വലിയ നീ മാ ചെറുത് തന്നെ. മാപ്പനിനി എന്റെ ലോകം വാനം പോലെ. നിസ സ നി സ പ
നിസസ സനിസാപ വല്യ നീ തന്നെ. എന്റെ ലോകം നിസസ സനിസാപ വാനം പോലെ, നിസസ സനിസാപ വാനം പോലെ വളർന്നു. വളർന്നുവല്ലോ അവിടെ പനിസ സരിസ വളർന്നുവല്ലോ ലോ ചെറിയ നീ നീത പപ്പ മക ലോ. മനസ്സിലായോ? പനി വലിയ നീ പനി സരിസ വളർന്നുവല്ലോ നീത പപ്പ മക. ഇതാ വലുത് തന്നെയാണേ. വളർന്നുവല്ലോ പനി സരിസ നീത പപ്പ മക വളർന്നുവല്ലോ. ഓ മതി പോരെ, മനസ്സിലായിണ്ടാവൂല്ലേ? ഒന്നുകൂടി. എന്റെ ലോകം മാപ്പനി നിസസ സനിസപ വാനം പോലെ പനിസ സരിസ വളർന്നുവല്ലോ നീത പപ്പ മക. മതി, അത്രയും മതി. എൻ ഹൃദയം ഗപദ നിദപ ഗപദ നിദപ എൻ ഹൃദയം എൻ ഹൃദയം. അതാ വലുത്, നീ ചെറുത്. ഓക്കെ. ഗപദ നിദപ എൻ ഹൃദയം. മനസ്സിലായോ? ഗപദ സനിസദ ഗപദ സനിസദാനിപ. ആ സാധനം പെട്ടെന്ന് വായിക്കുമ്പോ ഗപദ സനിസദാനിപ എൻ ഹൃദയം ഗപദ സനിസദാനിപ ദസനീസദാനിപ. അങ്ങനെയൊക്കെയാണ് ഇത് വായിക്കുന്നത്. പ്ലെയിൻ സ്വരം തരാം ഞാൻ. ഗപദ സനിസദാനിപ എൻ ഹൃദയം ഗപദ സനിസദാനിപ തിങ്കളെ പോൽ ദപദപ തിങ്ക ദപദപ തിങ്ക തിങ്ക ദപദപ തിങ്കളെ തിങ്കളെ പോൽ ദപദപ മഗരി ഗസ മഗരി ഗസ ലേ പോൽ തിങ്ക ദപദപ ദപദപ തിങ്ക മഗരി ഗസ. ആ മാ ചെറുത്. ദപദ ദ വലുത്. ദപദപ മഗരി ഗസ തിങ്കളെ പോൽ ദപദപ മഗരി ഗസ തിങ്കളെ പോൽ. അത്രയും മതി. തെളിഞ്ഞു നീ പാനി. നീന്റെ ചോട്ട് കുത്ത്. നീ വലിയ നീയാണ് ഉപയോഗിക്കുന്നത്. തെളിഞ്ഞു തെളിഞ്ഞു വല്ലോ ഗരി ഗഗസ ഗരി ഗഗസ ഗരി ഗഗസ ഗരി ഗഗസ തെളിഞ്ഞു വല്ലോ നീ പാനി ഗരി ഗഗസ തെളിഞ്ഞു വല്ലോ നീ പാനി ഗരി ഗഗസ തെളിഞ്ഞു വല്ലോ നീ പാനി ഗരി ഗഗസ തെളിഞ്ഞു വല്ലോ. മനസ്സിലായോ? എന്താണ് ഇതിനൊക്കെ പറയേണ്ടത്? ഈ പാട്ട് കുട്ടിക്കാലത്തൊന്നും നമുക്ക് ഒന്നും മനസ്സിലായില്ലല്ലോ. ഇത് ഇത്രയ്ക്കും ഒരു വലിയൊരു പർവ്വതമാണ് ഈ പാട്ട് എന്നുള്ളത്. എന്തൊക്കെ സ്വരങ്ങളാണ്! ശുദ്ധമധ്യമം, പ്രതിമധ്യമം, ശുദ്ധ ദൈവതം, ചതുർശ്രുതി ദൈവതം, കൈശികി നിഷാദം, കാകളി നിഷാദം, എല്ലാ സ്വരങ്ങളും വെച്ചിട്ട് ഈ പാട്ട് എത്ര ഭംഗിയിൽ ബാബുരാജ് ചെയ്ത് യേശുദാസ് പാടി. വളരെ സ്തുതിക്കുകയാണ്. ആരെ സ്തുതിക്കുന്നത്? ബാബുരാജിനെ യേശുദാസിനെ അല്ല. അവരിൽ ദൈവം കൊടുത്ത കഴിവിനെ, ദൈവം നിക്ഷേപിച്ച് വെച്ച കഴിവിനെ
അല്ലെങ്കിൽ വ്യക്തികളല്ലല്ലോ നമ്മൾ ഇഷ്ടപ്പെടുന്നത്, അവരിലുള്ള കഴിവല്ലേ. വ്യക്തികൾ പല തരത്തിലുള്ളതായിരിക്കുമല്ലോ. അപ്പോൾ ആരെയും നമ്മൾ വളരെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തെ തന്നെ. ദൈവമല്ലേ അത് കൊടുക്കുന്നത്, നമുക്ക് തരുന്നത്. ഇപ്പം എനിക്ക് ഈ കഴിവ് ദൈവം തന്ന്, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരണമെങ്കിൽ എനിക്കൊരു കഴിവ് വേണ്ടേ. അപ്പം ഞാനത് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്, അത് വേറെ. അത് ദൈവം പറഞ്ഞിട്ടുണ്ട് നമ്മളോട് കഷ്ടപ്പെട്ടാൽ മാത്രമേ നമുക്ക് എന്ത് നേടിയെടുക്കാൻ പറ്റുള്ളൂ. സുഖമല്ല എനിക്ക് ശരിക്ക്. എപ്പോഴും നിങ്ങളുടെ മുന്നിൽ കരഞ്ഞാൽ ശരിയാവുമോ? ശരിയാവില്ല. നിങ്ങൾക്ക് തരാൻ പറ്റാത്ത കരച്ചിലാണ്. അല്ലാണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല, എനിക്ക് എന്ത് വന്നാലും പൊട്ടയായിരിക്കും ഞാൻ. പക്ഷേ ഞാനൊരു ഉപകാരം ചെയ്തുകൊണ്ടിരിക്കുന്നത് തുടക്കമിട്ട് കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റാഞ്ഞാൽ അത് ഞാൻ ആ ഒരു ഉപകാരമല്ലേ, വലിയൊരു വിഷമമാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്തായാലും ദൈവം ഇനിയും ഒരുപാട് നല്ല ഗാനങ്ങൾ നിങ്ങൾക്ക് തരാൻ എനിക്ക് കഴിവ് തരട്ടെ. ശ്രീരാഗമോ ഉള്ള പാട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നുണ്ട്. താമരപ്പൂവിൽ വാഴും ദേവിയല്ലോ എന്നുള്ള പാട്ട് വിചാരിക്കുന്നുണ്ട്. സത്യം ശിവം സുന്ദരം എന്നുണ്ട്. ഒരുപാട് പാട്ടുകളുണ്ട് മനസ്സിലുണ്ട്. അപ്പോൾ ഓരോരുത്തരും ഇങ്ങനെ വിളിച്ച് പലരും അങ്ങനെ പറയുന്നതുകൊണ്ട് റംസാനിലെ ചന്ദ്രികയോ അടുത്ത് ഇടാൻ വിചാരിക്കുന്നത്. വേറെ ഒരുപാട് പാട്ടുകളുണ്ട്, ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, വെറൈറ്റി തരും ഞാൻ. അതിനൊക്കെ നിങ്ങൾ പ്രാർത്ഥിക്കുക എനിക്ക് വേണ്ടി. ഓക്കെ, ശരി.